മക്കളെ, ഈ വർഷത്തെ മോഡൽ പരീക്ഷയിൽ 31 മാർക്കിനാണ് ഡെറിവേഷൻസ് ചോദിച്ചിരുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിനും അത്രയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മിനിമം ഒരു 25 മാർക്കെങ്കിലും ഡെറിവേഷൻസ് ഉണ്ടായിരിക്കും. ആ 25 മാർക്ക് ഉറപ്പാക്കണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. സർ, ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് പഠിക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഈ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾ നോക്കുകയാണ് ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, വല്ലപ്പോഴും പരീക്ഷ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇന്നേ വരെ ചോദിക്കാത്ത ഡെറിവേഷൻസ് ഉണ്ട്. നേരെ മറിച്ച് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ വർഷവും ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഉണ്ട്. അതും നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ കുറേ സ്റ്റാർ ഉണ്ട്, സ്റ്റാർ ഇല്ലാത്ത കുറച്ച് ചാപ്റ്റർ ഉണ്ട്, സ്റ്റാർ ഇട്ട് ഓക്കെ. ചില ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർ ഇട്ട് കൊടുത്തിട്ട് ഡെറിവേഷൻ. അത് നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. സ്റ്റാർ ഇല്ലാത്ത ഡെറിവേഷൻ റെയർ ആയിട്ട് ചോദിക്കുന്ന ഡെറിവേഷനാണ്, അല്ലെങ്കിൽ ഇന്നേ വരെ ചോദിക്കാത്ത ഡെറിവേഷനാണ്. ഇപ്പോൾ കെപ്ലറിൻ്റെ സെക്കൻഡ് ലോൻ്റെ പ്രൂഫ് എന്നോ പരീക്ഷ ചോദിച്ചാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതെങ്ങനെയാണ് സാർ തീരുമാനിക്കേണ്ടത്? നിങ്ങൾ ഇത് ഫുള്ളായിട്ട് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് ഇതും കൂടി പഠിക്കാനുള്ളത് നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഒഴിവാക്കണ്ട. ഇനി അതല്ല, നിങ്ങളിത് ഫുള്ള് പഠിക്കാത്തവരാണെങ്കിൽ, ഇത് ജസ്റ്റ് സാർ ഇത് കണ്ടിട്ട് മനസ്സിലാവുന്ന കൂടി ഇല്ല എങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പഠിക്കും, എന്നിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ സ്റ്റാർ ഇട്ട് കൊടുത്ത ഡെറിവേഷൻസ് ആണ് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത്. സ്റ്റാർ ഇടാത്ത ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. സാർ, ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുക? ഓൾറെഡി ഒരു ലൈവ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് +1 ഓൾ ഡെറിവേഷൻസ് എക്സാമിനർ എന്ന് അടിച്ചാൽ ഈ ലൈവ് കാണാം. ഓൾറെഡി 400, അതായത് 4 ലക്ഷം കുട്ടികൾ ഓൾറെഡി കണ്ട ലൈവാണ്. അത് വലിയ ലൈവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആ വലിയ ലൈവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡെറിവേഷൻ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ, നിങ്ങൾ അതിൽ സ്റ്റാർ ഇട്ട് പഠിപ്പിക്കുക. അതിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർ ഇട്ട് പഠിപ്പിക്കുന്ന ഡെറിവേഷൻസ് അത് നിങ്ങൾ പഠിക്കുക, അത് സെറ്റാക്കുക. അത് നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ കൊണ്ട് ഈസിലി ചെയ്യാൻ പറ്റും. അതിനുശേഷം മതി നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പഠിക്കുക. ഇനി വേറൊരു കാര്യം, ഇതിന് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡെറിവേഷൻ ലൈവ് കാണാതെ നമ്മൾ 20 hours ലൈവ് എടുത്തില്ലേ, 10 hour ലൈവ് എടുത്തില്ലേ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡെറിവേഷൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടുമിക്ക ഡെറിവേഷൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫുള്ളായിട്ട് ഒന്നുകൂടി റീവാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോട്ട്സ് റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ തന്നെ ഇതിൽ കവേർഡ് ആയിരിക്കും ഈ സ്റ്റാർ ഇട്ട ഡെറിവേഷൻസ് എങ്കിലും. എന്നിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ അത് പഠിച്ച് കഴിഞ്ഞിട്ട്, നിങ്ങൾ ആ 10 hours ലൈവ് പഠിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട്, എന്തായാലും കഴിഞ്ഞിട്ട് ഇതിൽ സ്റ്റാറിലുള്ള കൊടുത്തിരിക്കുന്ന എല്ലാ ഡെറിവേഷനും പഠിച്ചോന്നുള്ള വെരിഫൈ ചെയ്താൽ മതി. എന്നിട്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം പോയിട്ട് നിങ്ങൾ ആ ഡെറിവേഷൻ ലൈവ് ഒന്ന് കണ്ടാൽ മതി. ക്ലിയർ ആണോ? റെഡി. അപ്പോൾ 31 മാർക്കിനാണ് മോഡലിൽ വന്നത്. മിനിമം 25 മാർക്കെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടാവുകൊണ്ട് നന്നായി ഡെറിവേഷൻ പഠിച്ചോ. ഡെറിവേഷൻ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രത്യേകത? അത് ടഫാക്കാൻ പറ്റില്ലാന്ന്. ഡെറിവേഷനുള്ള പോലെ ചോദിക്കാൻ പറ്റുള്ളൂ, മനസ്സിലല്ലേ? ടഫാക്കാൻ പറ്റുന്ന എന്താണ്? ന്യൂമറിക്കൽസും അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ, പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അത് മിക്കവാറും ന്യൂമറിക്കൽസിൽ എൻ്റെ രൂപത്തിലായിരിക്കും വരിക. അതിന് മാത്രമേ ടഫാക്കാൻ പറ്റുള്ളൂ അവർക്ക്. ഡെറിവേഷൻ പഠിച്ചു വെച്ചോ, ഉറപ്പാണ്, മനസ്സിലായി, ഉറപ്പ് മാർക്കാണ്. അപ്പോൾ ആ രീതിയിലാണ് ഡെറിവേഷനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഈ PDF കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക, കംപ്ലീറ്റ് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.